അപ്പോൾ നമ്മളിന്ന് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത അജിത് നായകനായി എത്തിയ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നത്. ഒരു കംപ്ലീറ്റ് ഔട്ട് എൻ്റർടൈനറാണ് ഈ ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ. പുള്ളിയുടെ തന്നെ മാർക്ക് ആൻ്റണി നമുക്കറിയാം. അതേ ഫ്ലേവർ ഫോളോ ചെയ്യുന്ന ലോജിക്കൊക്കെ എടുത്ത് വീട്ടിൽ വെച്ചിട്ട് പോയി അടിച്ചു പൊളിച്ച് നല്ലൊരു ക്രൗഡിൻ്റെ ഒപ്പം തന്നെ കാണണം ഈ സിനിമ. എസ്പെഷ്യലി ഇതൊരു അജിത് ഫാൻസിന് ഗംഭീര ട്രീറ്റ് തന്നെയാണ് സിനിമ. കിടിലൻ റെഫറൻസുകൾ, നല്ല പഴയ സോങ്സ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അജിത്തിനെ വളരെ അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭയങ്കരമായ ടെക്നിക്കൽ സൈഡും ഭയങ്കര പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഉള്ള ഒരു ഗംഭീര എന്റർടൈനർ തന്നെയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ. ഈ സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ റെഡ് ഡ്രാഗൺ അല്ലെങ്കിൽ AK എന്ന ഡോൺ ഗാങ്സ്റ്ററാണ്. പുള്ളിയുടെ ഫാമിലി ലൈഫിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് സ്വയം സറണ്ടർ ചെയ്ത് ജയിലിൽ പോകുന്ന നായകൻ തിരിച്ച് മകന്റെ 18ാമത്തെ പിറന്നാളിന് റിലീസ് ചെയ്യുന്നതും പിന്നീട് ഒരു റിവെഞ്ച് പോലെ വില്ലന്മാർ പുറകെ കൂടുന്നതുമാണ് സിനിമ. അപ്പോൾ മകനെ തിരിച്ച് ജയിലിൽ അടപ്പിക്കാൻ വേണ്ടി വില്ലന്മാർ ശ്രമിക്കുന്നു, അടയ്ക്കുന്നു. അതിനെ പുറത്തിറക്കാൻ നോക്കുന്ന നായകനാണ് പിന്നീടുള്ള കഥയാണത്. അപ്പൊ ഞാൻ പറഞ്ഞ കഥ തിരക്കഥ വീക്കാണ്. അതുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയെങ്കിൽ ഇതൊരു അടിപൊളി അല്ലെങ്കിൽ ഒരു ഗംഭീര സിനിമയാകേണ്ട ഒരു സിനിമയായിരുന്നു. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ടെക്നിക്കൽ സൈഡും പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയും ഭയങ്കര സ്പീഡായിട്ട് പോകുന്ന സിനിമയൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ ലോജിക് ഒന്നും നോക്കാൻ പാടില്ല. ഫുൾ എന്റർടൈനർ ഫൺ. ആദിക് രവിചന്ദ്രന്റെ സിനിമ ഏതാണ്, മാർക്ക് ആന്റണി, ആ ഒരു ഫ്ലേവർ മൈൻഡിൽ വെക്കുക, കാണാം. അല്ലാതെ നിങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിച്ച് പോയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണ നിരാശരായിരിക്കും. എസ്പെഷ്യലി AK ഫാൻസിനൊക്കെ ഗംഭീരമായിട്ടുള്ള ഒരു ട്രീറ്റ് തന്നെയാണ്. പുള്ളിയുടെ ഫാൻസിന് ഇങ്ങനെ ഫുൾ ഓൺ വിസിലടിച്ച് കാണാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. അജിത്ത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പുള്ളിനെ നല്ല സൂപ്പർബായി പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആദിക്ക്. എന്തായാലും അത് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഒപ്പം പിന്നെ പഴയ സോങ്സ് പ്ലേസ് ചെയ്ത രീതി, പഴയ സോങ്സ് ഒക്കെ നല്ല രീതിയിൽ ആക്ഷൻ സീക്വൻസിലായാലും എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. എസ്പെഷ്യലി അർജുൻ ദാസിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പൊള്ളിയായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. കാരണം ചില സിറ്റുവേഷൻസ് നമുക്ക് തോന്നുന്നു ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് തോന്നുന്നു. പക്ഷെ അതിൽ കുറച്ചൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കുറച്ച് ഹ്യൂമറും അല്ലെങ്കിൽ കുറെ എക്സാഗ്രേറ്റഡ് ചെയ്ത് അല്ലെങ്കിൽ ഫുൾ പടം മൊത്തം ഒരേ ബിൽഡപ്പ് മാത്രമാണ് ഈ സിനിമ. അപ്പൊ അത്തരത്തിലൊരു ജോണർ എന്ന് പറയുന്നത് വേണമെങ്കിൽ സ്പൂഫ് പോലത്തെ ഒരു സിനിമയാണ്. അപ്പൊ അത്രയും ആ ഒരു ജോണർ അത് മൈൻഡ് ചെയ്ത് പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ തരുന്ന ഒരു സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. GV പ്രകാശിന്റെ പാട്ടുകൾ എനിക്ക് വലിയ ഇമ്പാക്റ്റ് ആയിട്ട് തോന്നിയില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡ് ആയാലും എഡിറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും എല്ലാം കിടിലനായിരുന്നു. മൊത്തത്തിലൊരു ഗ്രാൻഡ് ലുക്കായിരുന്നു, ഒരു കളർഫുൾ, മൊത്തത്തിലൊരു നല്ല കട്ട്സ് ഒക്കെ സൂപ്പർബായിരുന്നു. ഫൈറ്റ് സീക്വൻസ് എനിക്ക് ഫസ്റ്റത്തെ ഒരു ഫൈറ്റ് ഉണ്ട്, അത് കണ്ടപ്പോൾ ഒരു ഡൗൺ ആയി തോന്നിയെങ്കിലും പിന്നീടുള്ളതൊക്കെ പക്കാവായിരുന്നു. മൊത്തത്തിൽ അജിത്ത് സെറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ പുള്ളിയുടെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയിരുന്നെങ്കിൽ, ഇമോഷൻസ് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ സിനിമ മറ്റൊരു ലെവലിലേക്ക് എത്തേണ്ട ഒരു സിനിമയാണ്. സ്റ്റിൽ ഇതൊരു കംപ്ലീറ്റ്ലി വാച്ചബിൾ എന്റർടൈനർ ആണ്. നമുക്ക് തിയേറ്ററിൽ ക്രൗഡിനൊപ്പം ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ ഈ സിനിമ. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.